നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങലഗ്നക്കാര് നിർബന്ധമായി ഈ നവഗ്രഹങ്ങളിലെ ഈ ഗ്രഹത്തെയും ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട ദേവതയും നിങ്ങൾ നിത്യവും ഉപാസിക്കണം. അതായത് എപ്പോഴും പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും ശമനം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ ഈശ്വരന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് ഈ പറയാൻ പോകുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഈ കാണുന്ന ചിത്രത്തില് ചിങ്ങലഗ്നം അല എന്നെഴുതിപ്പെട്ടിട്ടുള്ള അതാണ് ലഗ്നം. അത് 1-ാം ഭാവമാണ്. അത് കഴിഞ്ഞ് താഴെ കന്നിയാണ്, അത് 2-ാം ഭാവം. പിന്നെ തുലാമാണ് 3-ാം ഭാവം. പിന്നെ വൃശ്ചികമാണ് 4-ാം ഭാവം. പിന്നെ 5-ാം ഭാവം എന്ന് പറയുന്നത് ധനുവാണ്. ഈ 5-ാം ഭാവമാണ് ഏറ്റവും പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ. ഈ 5-ാം ഭാവത്തിന്റെ അധിപതി, രാശിയുടെ അധിപതി എന്ന് പറഞ്ഞാൽ ഗുരുവാണ്. ഈ ഗുരു ബൃഹസ്പതി, ഈ ഗുരുവുമായി ബന്ധപ്പെട്ട ദേവതയെന്ന് ഭജിക്കേണ്ടത് മഹാവിഷ്ണുവാണ്. നമ്മുടെ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാകും. ധനു ലഗ്നം, ധനു ലഗ്നം അല്ല, ചിങ്ങലഗ്നക്കാര് ഈ പറഞ്ഞ 5-ാം ഭാവാധിപന് ആയ ഗുരുവിനെ, ആ ബൃഹസ്പതിയെ, അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെയും ഭജിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം വ്യാഴഹോര തുടങ്ങുമെന്ന് പറഞ്ഞാൽ അന്നത്തെ സൂര്യോദയം എത്ര മണിക്കാണ് നമ്മൾ കലണ്ടറിൽ നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 6:15, 6:10 ടൈമിലാണ് സൂര്യോദയം. അപ്പോൾ ഞാൻ ഏകദേശം സമയമാണ് പറഞ്ഞത്. ആ 6:15 തൊട്ട് അടുത്ത 7:15 വരെ 1 മണിക്കൂറുണ്ടല്ലോ, അതായിരിക്കും വ്യാഴഹോര. അതായത് വ്യാഴാഴ്ച ദിവസത്തെ ഈ വ്യാഴഹോരയിൽ നിങ്ങൾ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഓരോന്നും നിങ്ങൾക്ക് അർപ്പിക്കാൻ കഴിയുന്ന മഞ്ഞപ്പൂക്കൾ, തുളസിമാല എന്നിവ അർപ്പിച്ചിട്ട് അവിടെ അല്പം മാറി നിന്ന് ഭഗവാന്റെ നാമമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം മാത്രം ജപിച്ചാൽ തന്നെ മതി. എല്ലാവിധ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ വ്യാഴാഴ്ചയും പോയി ഇത് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഭാഗ്യശുദ്ധി പുഷ്പാഞ്ജലി നടത്താം, നിങ്ങൾക്ക് നെയ്വിളക്ക് കത്തിക്കാം, കദളിപ്പഴം സമർപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ ചെയ്ത് തുടങ്ങുക, തൂക്കം കുറയ്ക്കുക. നിങ്ങൾക്ക് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും നാരായണീയം ഭജിക്കുകയാണെങ്കിൽ നാരായണീയം വായിക്കുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശ്രീ മഹാഭാഗവതം പാരായണം ചെയ്യുക. അങ്ങനെ പുണ്യമായ ഈ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പോലെ ഇത് നിത്യവും ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ലൊരു പുരോഗതി, നല്ലൊരു മാറ്റം, വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്യണം. നിത്യവും രാവിലെ മുടങ്ങാതെ ഒരു കൃത്യസമയം പാലിക്കണം. അതായത് ആദ്യമേ ഞാൻ വ്യാഴാഴ്ച പോയി വ്യാഴഹോര പോയി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ജപിക്കുക. അതിനുശേഷം എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം എടുക്കണം. അതായത് വെളുപ്പിന് 6 മണിക്കാണെങ്കിൽ നിത്യവും 6 മണിക്ക് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഉപാസന പ്രാർത്ഥന ചെയ്യണം. ഒരു നിലവിളക്ക് നല്ലപോലെ തേച്ച് മിനുക്കി 2 തിരി കിഴക്കോട്ടും 2 തിരി പടിഞ്ഞാറോട്ടിട്ട് തെളിയിച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയോ ഏതെങ്കിലും ശരി, മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ നിങ്ങൾ വച്ചിട്ട് നിലവിളക്ക് കൊളുത്തി തുളസി പൂ ഉണ്ടെങ്കിൽ തുളസിപ്പൂ, അല്ലെങ്കിൽ മന്ദാര, അങ്ങനെ ബന്ധപ്പെട്ട പൂവായാലും നിങ്ങൾ മനസ്സർപ്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് വിളക്കിൽ അർപ്പിക്കാം. അത് വിളക്ക് മഹാവിഷ്ണു ആണ്. ഇത് സങ്കല്പിച്ച് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ഈ പൂക്കൾ അർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് നിങ്ങൾ ചെയ്യുക, നിത്യവും ചെയ്യുക. അന്ന് നിങ്ങൾ ഇതുപോലെ ചെയ്തു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം, അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും. യാതൊരുവിധ സംശയമില്ല. ഇത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന കാര്യം. നിങ്ങൾക്ക് അനുഭവത്തിൽ ഈ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. ഈ യൂട്യൂബ് ചാനലിൽ സധൈര്യം നിങ്ങൾക്ക് രേഖപ്പെടുത്താം, നിങ്ങളുടെ അനുഭവങ്ങളിൽ രേഖപ്പെടുത്താം.
അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം. പിന്നെ മഞ്ഞപ്പുഷ്പരകമാണ് നിങ്ങൾ കയ്യിൽ ഇരിക്കേണ്ട രത്നം. അതായത് ഈ രത്നം നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. കൂടാതെ നിങ്ങൾ നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് പരിശോധിക്കണം. ഈ രത്നം ധരിക്കാം. ചിലർക്കത് സാധിക്കില്ല, ചിലർക്കത് റിയാക്ഷൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടാതെ ഈ പറയുന്ന യന്ത്രവും കൂടെ ധരിക്കണം. മഹാരാജ ഗോപാല യന്ത്രമാണ് ചിങ്ങലഗ്നക്കാർ ധരിക്കേണ്ടത്. ഈ രത്നം ധരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകും. ജീവിതത്തിൽ വീട്ടിൽ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും കുടുംബങ്ങൾക്ക് ഐക്യവും പുരോഗതിയും എല്ലാം ഉണ്ടാകും. തനിയെ വന്നോടും. എല്ലാവിധ ഐശ്വര്യങ്ങളും സർവ്വദേവതകളുടെയും ഐശ്വര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് കണ്ടുകൂടും. മഹാവിഷ്ണുവിനെ ഭജിച്ച എല്ലാ ദേവതകളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടും കൂടി നിങ്ങൾക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം വേഗം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.